നമസ്കാരം. ഇന്ന് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ്റെ 150-ാം ജന്മവാർഷിക ദിനമാണ്. അതെ, സർദാർ വല്ലഭായ് പട്ടേൽ എന്ന ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന, സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്ന, കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും കരുത്തന്മാരിൽ കരുത്തനായ നേതാവിൻ്റെ ജന്മവാർഷിക ദിനമാണ് ഇന്ന്. സർദാർ വല്ലഭായ് പട്ടേൽ ഇല്ലായിരുന്നു എങ്കിൽ ഇന്നത്തെ ഇന്ത്യ തന്നെ ആയിരിക്കുമോ ഇന്ത്യ എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ജനിച്ച്, ഒരു കർഷകൻ്റെ മകനായി ജനിച്ച്, വിദ്യാഭ്യാസം കൊണ്ട് വളരെ ഔന്നത്യങ്ങളിലെത്തി, അഭിഭാഷകനായി, സ്വാതന്ത്ര്യസമര സേനാനിയായി, പിന്നീട് ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കാൻ നിയോഗം ലഭിച്ച വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം 1930-കളിൽ കോൺഗ്രസ് അധ്യക്ഷനാവുന്ന സമയത്ത് ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്നു അദ്ദേഹം എന്നുള്ളൊരു ബഹുമതിയും സർദാർ വല്ലഭായ് പട്ടേലിനുണ്ട്. അസാമാന്യമായ കരുത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. മഹാത്മാഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, ഈ ത്രിമൂർത്തികളാണ് ഇന്ത്യയുടെ ഭാഗധേയം നിശ്ചയിക്കാനായി എല്ലാ കാര്യങ്ങളും അന്ന് ചെയ്തിരുന്നത്. പക്ഷേ ആദ്യത്തെ രണ്ടു പേർക്ക് ലഭിച്ച അത്രയും ഒരു സ്ഥാനങ്ങളൊക്കെ തന്നെ വല്ലഭായ് പട്ടേലിന് നമ്മുടെ സമൂഹം നൽകിയോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. 1950-കളുടെ ആദ്യം അന്തരിച്ച അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുത്ത് ആദരിച്ചതുപോലും 1991-ലാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സംഭാവന ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കൊരു ഭൂപടം ഉണ്ടാക്കി, അതായത് ഇന്ത്യ എന്നൊരു രാജ്യം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അന്നത്തെ നെഹ്റു സർക്കാർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയായിരുന്നു 560-ലധികം വരുന്ന ഈ നാട്ടുരാജ്യങ്ങളെ ഒന്നിപ്പിച്ച് ഇന്ത്യ എന്ന ഒരു രാജ്യം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത്. ഇതിൻ്റെ മുഴുവൻ ചുമതലയും അന്നത്തെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ തന്നെയാണ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും എല്ലാം ഏൽപ്പിച്ചത്. നമുക്കറിയാം, അന്നത്തെ കാലത്തെ നാട്ടുരാജാക്കന്മാർ പലരും അമിതമായ സ്വഭോഗങ്ങളിലും മുഴുകി ആസ്വദിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. അവരോട് നിങ്ങൾ അധികാരം വിട്ട് രാജ്യത്തോട് ഒപ്പം ചേരണം, കസേര ഒഴിയണമെന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര പേർ തയ്യാറാകും? ഇതിനായി ചതുരുപായങ്ങളും പ്രയോഗിച്ച് തന്നെയാണ് വല്ലഭായ് പട്ടേൽ ഇന്ത്യ എന്ന രാജ്യം കെട്ടിപ്പടുത്തത്. അദ്ദേഹത്തിന് ഇരിക്കാൻ സമയമില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഈ നാട്ടുരാജ്യങ്ങളിലെല്ലാം തന്നെ അന്നത്തെ കാലത്ത് പരിമിതമായ യാത്രാ സംവിധാനങ്ങൾ, വിമാനം ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലായിടത്തും ഓടിയെത്തണമായിരുന്നു. ഇതിന് വല്ലഭായ് പട്ടേലിന് കിട്ടിയ ഏറ്റവും വിശ്വസ്തനായ സഹപ്രവർത്തകനായിരുന്നു മലയാളിയായ VP മേനോൻ, വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന പ്രശസ്തനായ VP മേനോൻ. ചില സ്ഥലങ്ങളിൽ രണ്ടുപേരും ഒരുമിച്ച് പോയി, മറ്റു ചില സ്ഥലങ്ങളിലാകട്ടെ VP മേനോൻ ഒറ്റയ്ക്ക് പോയി. ഏതായാലും ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, ഇന്ത്യ എന്ന രാജ്യം ഒറ്റ രാജ്യമാക്കി എടുക്കുക എന്നുള്ളത്. ചില സ്ഥലങ്ങളിൽ സ്നേഹം കൊണ്ട് ഇവർ നാട്ടുരാജാക്കന്മാരെ കീഴടക്കിയെങ്കിൽ ചില സ്ഥലങ്ങളിൽ വിരട്ടി കീഴടക്കേണ്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു നാട്ടുരാജ്യത്തെ രാജാവിനെ കാണാനായി ഇവർ ചെന്നപ്പോൾ അദ്ദേഹം സ്വന്തം പിസ്റ്റളെടുത്ത് മുന്നിൽ വെച്ചിട്ട് ഇതിനേക്കാൾ കസേര ഒഴിഞ്ഞതിനേക്കാളും ഭേദം നിങ്ങൾ എന്നെ വെടിവെച്ച് കൊല്ലൂ എന്ന് പറയുന്നത് എന്നൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളെയാണ് അവർ നേരിടേണ്ടി വന്നത്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വളരെ സമഗ്രമായ രീതിയിൽ ഇന്ത്യ എന്നൊരു രാജ്യം അതിൻ്റെ ഒരു ഭൂപടം തയ്യാറാക്കിയതിൽ വല്ലഭായ് പട്ടേലിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ഈ രാജ്യത്തിന് ഒരിക്കലും വിസ്മരിക്കാനും കഴിയുകയില്ല. മഹാത്മാഗാന്ധിജിയുടെ ഏറ്റവും വിശ്വസ്തനായ അനുയായിയായിരുന്നു അദ്ദേഹം എങ്കിൽ പോലും ജവഹർലാൽ നെഹ്റുവും സർദാർ പട്ടേലും തമ്മിൽ പല കാര്യങ്ങളിലും വളരെ വ്യക്തമായ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു. നെഹ്റു പലപ്പോഴും വൈകാരികമായി പ്രതികരിക്കുകയും പെട്ടെന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ വല്ലഭായ് പട്ടേലിനെ കുറിച്ചുള്ള പലരും പറഞ്ഞൊരു പരാതി അദ്ദേഹം വളരെ കർക്കശക്കാരനായ ഒരാളായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു കർക്കശമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഇന്ത്യ എന്നുള്ള ആ ഒരു രാജ്യം ഉണ്ടാക്കാൻ, ഈ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ വരുതിയിൽ നിർത്താൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയ അധിക വർഷങ്ങൾ ജീവിച്ചിരുന്നില്ല എങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണയോട് പോലും നമ്മുടെ നാട് ഭരിച്ചവർ പിന്നീട് വേണ്ടത്ര ആദരം കാട്ടിയോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടി വരും. അദ്ദേഹത്തിൻ്റെ ഏക മകൾ മീരാബെൻ അവരുടെ അവസാന ദിവസങ്ങളൊക്കെ തന്നെ വളരെ ദുരിതത്തിലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടി പോലും അവരെ തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച ആ മനുഷ്യൻ ഒന്നും സമ്പാദിച്ചിരുന്നില്ല. അദ്ദേഹം നിസ്വാർത്ഥനായ പഴയ തലമുറയിൽപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനി തന്നെയായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഓർമ്മയിൽ വരുന്നത്, സർദാർ വല്ലഭായ് പട്ടേലിനെ പിന്നീട് ശരിക്കും ഓർത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അദ്ദേഹം ഇരുവരും ഗുജറാത്ത് സംസ്ഥാനത്തുള്ളവരാണ്. സർദാർ വല്ലഭായ് പട്ടേലിന് ശരിക്കും പറഞ്ഞാൽ കിട്ടേണ്ട ഒരു ആദരവ് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസം എപ്പോഴും നരേന്ദ്രമോദിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, ഗുജറാത്തിൽ സ്ഥാപിച്ചത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ആ പ്രതിമ ഇന്നും ഒരു അതിശയമായി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം, 1948
നമ്മുടെ രാഷ്ട്രപിതാവ് വെടിയേറ്റ് മരിച്ചതിനെ തുടർന്ന് RSS എന്ന സംഘടനയെ നിരോധിച്ചത് അന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അതേ വല്ലഭായ് പട്ടേലിന് ലോകോത്തരമായ സ്മാരകം ഒരുക്കിയത് RSSലൂടെ പൊതുരംഗത്തേക്ക് കടന്നു വന്ന നരേന്ദ്രമോദി ആയിരുന്നു എന്ന് പറയുമ്പോൾ വല്ലഭായ് പട്ടേൽ എത്രമാത്രം ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലുള്ള നയപരമായ തീരുമാനമായിരിക്കാം അത്. പക്ഷേ നരേന്ദ്രമോദിക്ക് ഒരു കാര്യം അറിയാമായിരുന്നു, ഉറപ്പായിരുന്നു, ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരാളല്ല സർദാർ വല്ലഭായ് പട്ടേൽ എന്ന്. അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സമയത്താണ് ഇന്ത്യയുടെ പോലീസ് സംവിധാനത്തിനൊക്കെ തന്നെ ഒരു അന്തിമ രൂപം നൽകുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും അച്ചടക്കം ഉള്ള ഒരു സേന ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അത് നടപ്പിലാകണമെന്ന് അദ്ദേഹം എന്നും ആഗ്രഹിക്കാൻ വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും ദീർഘവീക്ഷണമുള്ള ഒരു നേതാവും അതേസമയം ഭരണാധികാരിയുമായിരുന്നു അദ്ദേഹം. പലരും പറയാറുണ്ട് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയില്ല കോൺഗ്രസ് എന്നുള്ളത് മറ്റൊരു ചോദ്യം. ഒരുപക്ഷെ നെഹ്റുവും വല്ലഭായ് പട്ടേലും രണ്ട് വീക്ഷണങ്ങൾ വെച്ച് പുലർത്തുന്നവരായത് കൊണ്ടായിരിക്കാം നെഹ്റു ഒരുപക്ഷെ കൂടുതൽ ഒരു വിദേശ ബന്ധങ്ങളിലും അതുപോലെ നമ്മുടെ നയതന്ത്ര കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ്. ആ ഒരു മേഖലയും അതിനുള്ള ബന്ധമായിരിക്കാം ഒരുപക്ഷെ അതിലേക്കൊക്കെ തന്നെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഗാന്ധി ഉൾപ്പെടെ നേതാക്കളെ പ്രേരിപ്പിച്ചത്. പക്ഷേ സർദാർ വല്ലഭായ് പട്ടേൽ അക്കാര്യത്തിൽ ഒരിക്കലും പരിഭവിക്കുകയോ പരാതി പറയുകയോ തന്നെ ചെയ്തിട്ടില്ല. നമ്മുടെ രാഷ്ട്രപിതാവ് വെടിയേറ്റ് മരിക്കുന്ന ദിവസം പോലും വല്ലഭായ് പട്ടേൽ ഗാന്ധിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം പിന്നെ കാണാം എന്ന് പറഞ്ഞാണ് ഇരുവരും പിരിഞ്ഞത്. ഗാന്ധിയുടെ വാദത്തെ തുടർന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പോലും ആവശ്യപ്പെട്ട നേതാക്കന്മാർ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം എല്ലാ കാര്യത്തിലും വളരെ കൃത്യമായ നിലപാടുകളോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോയത്. ഏതായാലും വല്ലഭായ് പട്ടേലിനെ അനുസ്മരിക്കാൻ നരേന്ദ്രമോദി വേണ്ടി വന്നു എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് രാജ്യവ്യാപകമായി തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികം ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രസ്ഥാനം മറന്നുപോയ കാര്യം അദ്ദേഹത്തിൻ്റെ എതിർ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു പ്രധാനമന്ത്രി ഏറ്റെടുത്ത് ഭംഗിയായി നടപ്പിലാക്കുന്നു എന്നുള്ളത് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന കരുത്തനായ ഇന്ത്യയുടെ ഉരുക്ക മനുഷ്യൻ്റെ സ്മരണയോടുള്ള ഏറ്റവും വലിയ ആദരവായി നമുക്ക് കണക്കാക്കാം. എല്ലാ കാര്യത്തിലും കണിശക്കാരനായിരുന്ന ആ വ്യക്തി ഒരുപക്ഷെ ആ ഒരു കണിശതയും കൃത്യതയും കൊണ്ട് തന്നെയായിരിക്കും 560 നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ച് ഒരൊറ്റ രാജ്യമാക്കി ഇന്ത്യ എന്ന മഹാരാജ്യമാക്കി മാറ്റിയത് എന്ന് നമുക്കിന്ന് സംശയം പറയാം. സർദാർ വല്ലഭായ് പട്ടേൽ എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ഭാരതത്തിലെ ജനങ്ങൾക്ക് എന്നും അദ്ദേഹത്തെ ഓർക്കുക തന്നെ ചെയ്യും.